ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഭിന്നത വീണ്ടും പരസ്യമാക്കി വി.ഡി. സതീശനും കെ. സുധാകരനും. ചർച്ചയിലെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താതിരുന്ന സതീശൻ ലീഗിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത കാര്യം നിഷേധിച്ചു. എന്നാൽ സതീശനെ തള്ളിയ സുധാകരൻ ചർച്ചയുടെ വിശദാംശങ്ങളെല്ലാം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയായിരുന്നു. മൂന്നാം സീറ്റിനെ ചൊല്ലി ലീഗുമായി നിലനിൽക്കുന്ന പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് UDFന് തലവേദനയായിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും പരസ്പരം ഭിന്നത പ്രകടമാക്കുന്നത്. ഉഭയകക്ഷി ചർച്ച നടന്ന ആലുവ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസായിരുന്നു ഇത്തവണ നേതാക്കളുടെ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങൾക്ക് വേദിയായത്. ലീഗ് നേതാക്കളുമായുള്ള 2 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പുറത്തിറങ്ങി വന്ന വി.ഡി. സതീശൻ പറഞ്ഞത് രാജ്യസഭാ സീറ്റ് ലീഗിന് വാഗ്ദാനം ചെയ്തുവെന്നതടക്കമുള്ള വാർത്തകൾ തെറ്റാണെന്നായിരുന്നു. രാജ്യസഭാ സീറ്റ് നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അതങ്ങനെ അത്ര വിശദാംശങ്ങൾ പറയാമെങ്കിൽ വന്ന അതിൻ്റെ റിസൾട്ട് വന്ന് പറയുമല്ലോ. എന്നാൽ ചർച്ചയുടെ വിശദാംശങ്ങളെല്ലാം മാധ്യമങ്ങളോട് കെ. സുധാകരൻ വെളിപ്പെടുത്തുകയായിരുന്നു. അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവരെടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് സുധാകരൻ സതീശനെ തെറിവിളിച്ച സംഭവത്തിന്റെ ചൂടാറും മുൻപാണ് നേതാക്കൾ വീണ്ടും ഭിന്നത പരസ്യമാക്കിയിരിക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്തും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനെ ചൊല്ലി ഇരുവരും പരസ്പരം കലഹിച്ചിരുന്നു. ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനമുണ്ടാകാതിരിക്കുന്നതിന് പുറമെ കോൺഗ്രസ് നേതാക്കളുടെ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ ലീഗ് നേതാക്കൾക്കിടയിലും വലിയ നീരസമുണ്ടാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.